ജൂനിയർ അക്കൗണ്ട് മൊഡ്യൂൾ 9 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു പോർഷനാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇവാലുവേറ്റിംഗ് ഈച്ച് മാർക്കറ്റ് സെഗ്മെൻറ്റ് അട്രാക്റ്റീവ്നെസ് ആൻഡ് സെലക്ടിങ് വൺ ഓർ മോർ സെഗ്മെൻറ്റ് ടു സെർവ് ഈസ് ടേംഡ് ആസ് ടാർഗറ്റിംഗ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് സെഗ്മെൻറ്റുകളെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒന്നോ രണ്ടോ എന്ത് ചെയ്യുന്നു നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഇതെന്ന് പറയുന്നത് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഓരോ മാർക്കറ്റുകളെയും എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, ജോഗ്രഫിക്കൽ ബേസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡെമോഗ്രാഫിക്കൽ ബേസായിട്ട് സെഗ്മെൻറ്റ് ചെയ്യുന്നു, എക്കണോമിക് ബേസായിട്ട് സെഗ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സെഗ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്യുന്നതാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് അടുത്ത പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. സെഗ്മെൻറ്റേഷൻ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു മാർക്കറ്റ് ടാർഗറ്റിംഗ്. മാർക്കറ്റ് ടാർഗറ്റിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ പടി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സെഗ്മെൻറ്റേഷൻ തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു എക്കണോമിക് ബേസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെഗ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്കണോമിക് ബേസിൽ സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും, മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ നോക്കും, ലോവർ ഇൻകം ഗ്രൂപ്പിനെ നോക്കും, ഹയർ ഇൻകം ഗ്രൂപ്പിനെ നോക്കും. എന്നിട്ട് ഏറ്റവും നല്ലത് പ്രോഫിറ്റ് കൂടുതൽ ഏത് ഇൻകം ഗ്രൂപ്പാണോ തരുന്നത് അപ്പോൾ അവർക്കനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടാർഗറ്റിംഗ് എന്ന്, മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് സെഗ്മെൻ്റാണോ നോക്കുന്നത് ആ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് ആ സെഗ്മെൻറ്റിന് അനുസരിച്ചിട്ടുള്ള പോളിസീസും പ്ലാൻസും ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്തിട്ട് പ്രോഡക്റ്റ് ഇറക്കുന്നു. മാർക്കറ്റ് ടാർഗറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ആൻഡ് പ്രിപ്പയറിംഗ് മാർക്കറ്റ് പ്രോഗ്രാം ഫോർ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്, മാർക്കറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് പ്രോഗ്രാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുകയും ഡിസൈഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. സെലക്ടിങ് വൺ ഓർ മോർ മാർക്കറ്റ് സെഗ്മെൻറ്റ് ഓർ കൺസ്യൂമർ ഗ്രൂപ്പ് ഫോർ മാർക്കറ്റിംഗ് അപ്രോച്ച്. ഇനി ഈ പറയുന്ന ടാർഗറ്റ് മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഏറ്റവും സെഗ്മെൻറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏത് സെഗ്മെൻറ്റാണോ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നൽകുന്നത് അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാർഗറ്റായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ പ്രോഫിറ്റ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത കോമ്പറ്റീറ്റേഴ്സ് നോക്കൂ അല്ലേ, കോമ്പറ്റീറ്റേഴ്സ് കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണോ അതായിരിക്കും നമ്മൾ ഇറക്കുന്നത്, അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താണ്, അതിലെത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ആൾട്ടർനേറ്റീവ്സ് നോക്കും, ആൾട്ടർനേറ്റീവ്സ് കുറവുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. അടുത്ത് വരുന്നത് നമുക്കുള്ള റിസോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര എന്ത് ചെയ്യാമെന്ന് നോക്കുക.